ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തി. കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാനും അന്വേഷണ സംഘം അപേക്ഷ നൽകി. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും എ പത്മകുമാർ സാവകാശം തേടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് കൂടുതൽ കുരുക്കുമുറുകുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ കവർച്ച, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇതോടൊപ്പമാണ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ്. അഴിമതി നിരോധന നിയമം കൂടി വന്ന സാഹചര്യത്തിൽ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 2 ദിവസത്തെ സാവകാശം വേണമെന്ന് പത്മകുമാർ ആവശ്യപ്പെട്ടു. ബന്ധുവിന്റെ മരണം സംഭവിച്ച സാഹചര്യത്തിലാണിത്. പത്മകുമാറിനെ വൈകാതെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയാണ് കൊള്ള നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇന്നലെ അറസ്റ്റ് ചെയ്ത വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതിലൂടെ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം.